അമർഷീൽ എന്ന് പറയുന്ന ആ ലോകം ആദരിക്കുന്ന ചിന്തകൻ ഇങ്ങനെ പറഞ്ഞു, ബഹിരാകാശ പരിവേഷണങ്ങളിൽ നമ്മൾ ഒത്തിരി നേട്ടങ്ങൾ കൈവരിച്ചു, പക്ഷെ സ്വന്തം ആത്മാവിലേക്ക് നമുക്കൊന്ന് എത്തിനോക്കുവാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് ക്രിസ്തുവും പറഞ്ഞത്, ഒരു മനുഷ്യൻ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? അല്ല, മനുഷ്യൻ തന്റെ ജീവന് പകരം എന്ത് കൊടുക്കും? എന്റെയും നിങ്ങളുടെയും പ്രാണനും അതിനെ നിബദ്ധമായ ദൈവാംശമായ ആത്മാംശമായ മനുഷ്യാത്മാവിന് തുല്യമായി ഈ ലോകത്തിന്റെ മുഴുവൻ സ്വർണ്ണ കട്ടികളോ, ഈ ലോകത്തിന്റെ മുഴുവൻ കറൻസി കെട്ടുകളോ, ഈ ലോകത്തിന്റെ മുഴുവൻ ആഡംബരങ്ങളോ ധനസമൃദ്ധികളോ ചേർത്ത് വെച്ചാലും ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ അത്രയും തൂക്കം, ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ അത്രയും വില അതിനെല്ലാം ഇല്ല. ഒരു ത്രാസിന്റെ ഒരു തട്ടിൽ ഒരു മനുഷ്യാത്മാവിനെയും മറ്റേ തട്ടിൽ ഈ ലോകത്തിലുള്ള പഞ്ചഭൂഖണ്ഡങ്ങളിൽ നിന്നുമുള്ള എല്ലാ ലോകത്തിൽ നിന്നുമുള്ള എല്ലാ ആസ്തികളും സമൃദ്ധികളും സമ്പത്തുകളും എല്ലാം ചേർത്ത് വെച്ചാലും ഞാനിപ്പോൾ പറഞ്ഞതുപോലെ മനുഷ്യാത്മാവിന് തന്നെ ആയിരിക്കും എപ്പോഴും തൂക്കം. കാരണം അവൻ ദൈവസൃഷ്ടിയാണ്. ദൈവത്തിന്റെ മുഖച്ഛായയുള്ള ഒരേ ഒരു സൃഷ്ടി മനുഷ്യൻ മാത്രമാണ്. സഹോദരങ്ങളെ, അവിടെയാണ് ക്രിസ്തുമസിന്റെ പ്രസക്തി. സർവശക്തനായ ദൈവം എന്റെയും നിങ്ങളുടെയും രൂപത്തിലേക്ക് മാറിത്തീർന്നുകൊണ്ട് നമ്മെപ്പോലൊരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വരുവാൻ കാരണം പാപം ചെയ്ത ദൈവത്തിൽ നിന്നും നഷ്ടപ്പെട്ടുപോയ മനുഷ്യനെ അങ്ങനെ തന്നെ അവൻ പോകട്ടെ എന്ന് വിചാരിച്ച് അവന്റെ തകർച്ചകളിൽ കയ്യും കെട്ടി കാഴ്ചക്കാരനായി നോക്കി നിൽക്കുകയല്ല, അവനെ ആ പഴയ തേജസ്സിലേക്ക്, അവനെ ആ ആദിമ മഹത്വത്തിലേക്ക് മനുഷ്യനെ മടക്കി വരുത്തുവാൻ ദൈവം ഒരു ദരിദ്രനെ പോലെ ഭൂമിയിലേക്ക് പിറന്നു വീഴുകയാണ്. അത് നമുക്ക് ആശ്ചര്യമായി